ഏതൊരു മലയാളിക്കും സംസാരിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളിലൊന്നാണ് മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനടൻ. കാരണം അദ്ദേഹത്തെ പറ്റി ഇനിയും പുതിയതായിട്ട് പറയാനൊന്നുമില്ല. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം. അത്രത്തോളം എല്ലാ മലയാളിയുടെയും ജീവിതത്തിൻ്റെയും കുടുംബത്തിൻ്റെയും വ്യക്തിത്വത്തിൻ്റെയൊക്കെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്ന ഒരു മഹാനടനാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം മമ്മൂക്ക എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് വ്യക്തിപരമായ ഒരുപാട് ബന്ധങ്ങളുണ്ട്. അത് ഞാനായിട്ട് തുടങ്ങിയതല്ല. മമ്മൂക്ക എൻ്റെ അച്ഛൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തായിരുന്നു. അവർ കൊളീഗ്സ് ആയിരുന്നു. ഒരേ സമയത്ത് ഒരുമിച്ച് ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുള്ള നടന്മാരാണ്. അതിലൊക്കെ ഉപരി വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കിയിരുന്ന രണ്ട് മനുഷ്യരാണ്. ഒരേ ഐഡിയോളജീസ്, ഒരേ ഐഡിയൽസിൽ വിശ്വസിക്കുന്ന രണ്ട് വ്യക്തികളായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അച്ഛൻ ആദ്യമായി ഒരു കമേഴ്ഷ്യൽ സിനിമ നിർമ്മിച്ചപ്പോൾ അതിൽ മമ്മൂക്കയും ലാലേട്ടനും എല്ലാവരും ഉണ്ടായിരുന്നു. ഒരു ഫോൺ കോൾ മാത്രമാണ് അച്ഛൻ ചെയ്തത്. മമ്മൂക്ക ഒരു അക്ഷരം പോലും ചോദിക്കാതെ സുഹൃത്ത് ബന്ധത്തിൻ്റെ പുറത്ത് വന്ന് ആ സിനിമ ചെയ്തു. അപ്പോൾ അത്രത്തോളം സുഹൃത്ത് ബന്ധങ്ങൾക്കുമൊക്കെ വില കൽപ്പിക്കുന്ന ഒരു മനുഷ്യനാണ് മമ്മൂക്ക. അതിനുശേഷം ഞാൻ നടനായി സിനിമയിലെത്തി. പല അവസരങ്ങളിലും മമ്മൂക്കയാണ് എനിക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞല്ലോ. നീ ആ സിനിമ ചെയ്യുമ്പോൾ എന്താ, നീ ആ സ്ക്രിപ്റ്റിൽ ആ കാര്യം ശ്രദ്ധിച്ചില്ലേ, നീ അടുത്ത പടം ചെയ്യുമ്പോൾ നീ ഇത് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ മമ്മൂക്കയാണ് എനിക്ക് എപ്പോഴും നമ്മൾ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ പറഞ്ഞു തരാറുള്ളത്. പിന്നെ നമ്മൾ യങ്സ്റ്റേഴ്സിന് ഒരുപാട് കാര്യങ്ങളിൽ റെഫറൻസാണ് മമ്മൂക്ക. എല്ലാവരും എന്നോടിപ്പോൾ പറയുന്നു, ഞാൻ ശരീരം സൂക്ഷിക്കുന്നു, എങ്ങനെയാണ് ശരീരം കൊണ്ടു നടക്കുന്നത്, എങ്ങനെയാണ് ഞാൻ എന്താണ് എക്സസൈസ് ചെയ്യുന്നത്. എൻ്റെയൊക്കെ ഇൻസ്പിറേഷൻ മമ്മൂക്കയാണ്. ഞാനൊക്കെ ഇതൊരു ആവശ്യമാണെന്ന് എനിക്കൊക്കെ പറഞ്ഞു തന്നത് മമ്മൂക്കയാണ്. മമ്മൂക്കയെ കണ്ടിട്ടാണ് നമ്മളൊക്കെ ഫിസിക്കലി ഫിറ്റ് ആവണം എന്നുള്ള ആഗ്രഹം നമുക്കൊക്കെ വന്നത്. കാരണം ഒരു മലയാളി നടന് ഇതൊന്നും ഇൻഅക്സസിബിൾ അല്ല എന്ന് നമുക്കൊക്കെ തെളിയിച്ചു തന്നത് മമ്മൂക്കയാണ്. അതിനൊക്കെ അപ്പുറം എന്നെപ്പോലെയുള്ള ചെറുപ്പക്കാരായ നടന്മാർക്കുള്ള ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് മമ്മൂക്കയെ പോലെയുള്ള നടന്മാർ നമുക്ക് മുന്നിലുണ്ടെന്നാണ്. മമ്മൂക്കയൊക്കെ ഒരു റെഫറൻസ് എൻസൈക്ലോപ്പീഡിയയാണ്. കാരണം ഞാനൊക്കെ ഏത് വേഷം ചെയ്താലും, ഏത് സീൻ അഭിനയിച്ചാലും, ഏത് മുഹൂർത്തത്തിലാണ് അഭിനയിക്കുന്നതെങ്കിലും അതിനൊരു റെഫറൻസ് മമ്മൂക്കയുടെ ഒരു സിനിമയിലുണ്ടാവും. കാരണം അത്രത്തോളം ഒരു ഒരു എൻസൈക്ലോപ്പീഡിക്കാണ് മമ്മൂക്കയുടെ എക്സ്പീരിയൻസും മമ്മൂക്കയുടെ സിനിമകളും. ലോക സിനിമ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ വേഷപ്പകർച്ചയുള്ള നടന്മാരിൽ ഒരാളാണ് ശ്രീ മമ്മൂട്ടി. അത് അമരത്തിലെ അച്ചൂട്ടിയാണെങ്കിലും ഇപ്പോൾ ഏറ്റവും ഒടുവിലിറങ്ങിയ ഡാഡി കൂളിലെ കഥാപാത്രമാണെങ്കിലും ഒരു കഥാപാത്രമായി എങ്ങനെ മാറുന്നു, ശാരീരികമായും അഭിനയത്തിൻ്റെ ശൈലി കൊണ്ടുമൊക്കെ എങ്ങനെ മാറുന്നു എന്നുള്ളതിൻ്റെ ഒരു റെഫറൻസാണ് മമ്മൂക്ക. അത് എത്ര തന്നെ ഒരാൾ പ്രയത്നിച്ചാലും ചിലപ്പോൾ അത് ഉണ്ടായിക്കൊള്ളുന്നില്ല. അത് ദൈവമായിട്ട് കനിഞ്ഞു കൊടുക്കുന്ന ഒരു അഭിനേതാവിൻ്റെ ഒരു കഴിവാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും മമ്മൂക്ക ആ കണക്കിന് ഒരു വളരെ സ്പെഷ്യൽ ആക്ടറാണ്.